ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷൻ കാർഡിനെ കുറിച്ചാണ്. ഒരു പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പുതിയ റേഷൻ കാർഡിന് അപേക്ഷ നൽകാൻ നമുക്ക് എന്തെല്ലാം രേഖകൾ ആവശ്യമാണെന്നതാണ് നോക്കുന്നത്. ഒന്നാമത് വേണ്ടത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ ഇന്ന ജില്ലയിൽ ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന പഞ്ചായത്തിൽ ഇന്ന വില്ലേജിൽ ഇന്ന വീട്ടു നമ്പറിൽ അഡ്രസ്സിൽ താമസിക്കുന്നു എന്നുള്ള രേഖയാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നാമത് നമ്മൾ അപേക്ഷിക്കേണ്ട ഒരു രേഖയാണ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ്. അതിപ്പോൾ ഫുള്ളി ഓൺലൈനാണ്, നമുക്ക് സെൻറ്റർ വഴി അപേക്ഷിക്കാവുന്നതാണ്. നമ്മൾ പഞ്ചായത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ടത് ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കണം. കെ-സ്മാർട്ട് എന്നുള്ള സോഫ്റ്റ്വെയറാണ് നമ്മൾ അപേക്ഷ നൽകുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടു നികുതി ഒന്നും പെൻഡിങ് ഉണ്ടാകാൻ പാടില്ല, അഥവാ ബിൽഡിംഗ് ടാക്സ് ഫുള്ളി അടച്ച് തീർത്തിരിക്കണം. ഓക്കെ, ഇനി അടച്ചിട്ടില്ലെങ്കിൽ അത് അടക്കാനുള്ള സംവിധാനം നമുക്ക് ഓൺലൈനായിട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാനുള്ള പ്രൊസീജിയർ പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റാണ്. നമുക്ക് ഇത്ര വരുമാനം ഉണ്ട് എന്ന് തെളിയിക്കാനൊരു രേഖ വേണം, അതാണ് വരുമാന സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിന് എന്തൊക്കെ രേഖകളാണ് വേണ്ടത്? ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കണമെങ്കിൽ റേഷൻ കാർഡ് വേണം, സ്ഥലത്തിൻ്റെ നികുതി ചീട്ട് വേണം, ആധാർ കാർഡ് വേണം. ഈ 3 രേഖകൾ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകുന്നത്. അപ്പോൾ ഇതും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, വില്ലേജിൽ പോകേണ്ട ആവശ്യമില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടത് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് പഞ്ചായത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ നമുക്കറിയാം വരുമാന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ്. അപ്പോൾ ഈ 2 രേഖകളാണ് ഒന്ന് മെയിനായിട്ട് ഉണ്ടാക്കേണ്ടത്. ഇനി അടുത്തത് നമുക്ക് എന്താണ് വേണ്ടത് നോക്കാം. നമ്മുടെ വീട് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതും കെ-സ്മാർട്ട് വഴി പഞ്ചായത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതും ഓൺലൈനായിട്ട് ചെയ്യാവുന്നതായിരുന്നു. അതായത് പഞ്ചായത്തിൽ ഒരുവിധം എല്ലാ സേവനങ്ങളും ഇപ്പോൾ ഓൺലൈനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ 3 രേഖകൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി. ഇനി നമുക്ക് വേണ്ടത് ആരുടെ പേരിലാണ് റേഷൻ കാർഡിന് അപേക്ഷ നൽകുന്നത് അവരുടെ ഒരു ഫോട്ടോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നിങ്ങൾ തരുന്ന ആ ഫോട്ടോ ആണ് റേഷൻ കാർഡിൻ്റെ ചട്ടമ്മൽ ഉടമൻ്റെ ഫോട്ടോ ആയിട്ട് വരിക. അപ്പോൾ നല്ല ക്ലിയറുള്ളൊരു ഫോട്ടോ തരിക. ഓക്കെ, പിന്നെ റേഷൻ കാർഡിൻ്റെ ഉടമയുടെ ബാങ്ക് അക്കൗണ്ട്, അത് ബാങ്ക് പാസ്ബുക്ക്, പിന്നെ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ബുക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ കറണ്ട് ബില്ല്, അതുപോലെ തന്നെ വാട്ടർ ബില്ല്, ഇതിൻ്റെയൊക്കെ കൺസ്യൂമർ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ എൻറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ ബുക്കുകളും കാര്യങ്ങളും അതുപോലെ ബില്ല് ഒക്കെ കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് കുട്ടികളൊക്കെ പുതുതായിട്ട് ചേർക്കണമെങ്കിൽ, അഥവാ ഒരു റേഷൻ കാർഡിൽ അവരെ പേര് നിലവിലില്ലെങ്കിൽ കുട്ടികളൊക്കെ പുതിയതായിട്ട് റേഷൻ കാർഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ എന്തായാലും കുട്ടികളൊക്കെ പേര് കൊടുക്കുമല്ലോ, ചേർക്കും. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് കുട്ടികളെ ജനന സർട്ടിഫിക്കറ്റ് വേണം, കുട്ടികളെ ആധാർ വേണം. നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യം, ആധാർ കാർഡ് ഇല്ലാതെ റേഷൻ കാർഡിൽ ഒരാളെപ്പോലും ഇനി ചേർക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ ചേർക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ കുട്ടികൾക്കൊരു ആധാർ എടുക്കുക. അതിന് ശേഷമാണ് നമുക്ക് റേഷൻ കാർഡിൽ കയറ്റാൻ കഴിയുള്ളൂ. അതായത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾക്ക് മിനിമം 2 വയസ്സാവണം. 2 വയസ്സായ അഥവാ 2 വയസ്സ് പൂർത്തിയായ കുട്ടികളെ മാത്രമേ നമുക്ക് റേഷൻ കാർഡിൽ ചേർക്കാൻ പറ്റുള്ളൂ. 2 വയസ്സിന് താഴെ കുട്ടികളെ ചേർക്കാൻ സാധ്യമല്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഭാര്യമാരുടെ പേരിലായിരിക്കും അധികം നമ്മൾ റേഷൻ കാർഡ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെ ഭാര്യൻ്റെ പേരൊക്കെ വേറെ അവരെ അവിടുത്തെ റേഷൻ കാർഡിലായിരിക്കും, അവരെ ഉപ്പാൻ്റെ റേഷൻ കാർഡിൽ അഡ്രസ്സിലുള്ള അവിടെ ആയിരിക്കും, അവരെ നാട്ടിലേക്കാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കണ്ട് വെട്ടിക്കൊണ്ടുവരണം. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ വെട്ടാനുള്ള റേഷൻ കാർഡും ഇവിടെ ചേർക്കാനുള്ള റേഷൻ കാർഡും സെയിം താലൂക്ക് തന്നെയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മുന്നോട്ട് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. താലൂക്ക് മാറുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഒരേ സമയം വെട്ടലും ചേർക്കലും നടക്കില്ല. ആദ്യം എന്ത് ചെയ്യണം? ആ താലൂക്കിലേക്ക് ആ റേഷൻ കാർഡിന് ഏത് വ്യക്തിനെയാണ് നമുക്ക് വെട്ടേണ്ടത് അവരെ വെച്ചിട്ട് ഒരു അപേക്ഷ ആ താലൂക്കിലേക്കൊക്കെ ഓൺലൈനാണ്, ഞാൻ അതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞു തന്നേ ഉള്ളൂ. ആദ്യം അപേക്ഷ കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് ആ റിഡക്ഷൻ സർട്ടിഫിക്കറ്റ് ആ താലൂക്ക് ഇഷ്യൂ ചെയ്ത് ആ റിഡക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മറ്റൊരു താലൂക്കിലേക്ക് ചേർക്കണമെങ്കിൽ ഇനി പുതിയ ഏത് റേഷൻ കാർഡിലേക്കാണ് ചേർക്കേണ്ടത് ആ റേഷൻ കാർഡുമായി വന്ന് ആദ്യം നമ്മൾ വെട്ടിയ ആ താലൂക്കിൽ നിന്ന് കിട്ടിയ റിഡക്ഷൻ സർട്ടിഫിക്കറ്റുമായി ആയിട്ടാണ്
നമ്മൾ പുതിയ താലൂക്കിലേക്ക് ഇയാളെ ചേർക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഭാര്യമാരൊക്കെ ചേർക്കേണ്ടത്. ആരായാലും ഏത് വ്യക്തിനാണെങ്കിലും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. അത് താലൂക്ക് ടു താലൂക്ക് ആകുമ്പോൾ നമുക്ക് വെട്ടലും ചേർക്കലും അറ്റേ ടൈമിൽ ഒരേ സമയം തന്നെ നടക്കും. അതേസമയം താലൂക്ക് വ്യത്യസ്തമാണെങ്കിൽ ആദ്യം നമ്മൾ വെട്ടാൻ വേണ്ടി അതേപോലെ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുക്കണം. അത് പ്രോസസ്സ് ചെയ്ത് വന്ന് സക്സസ് ആയി അപ്രൂവ് ആയി അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെ ഇന്നാളെ വെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കിയിടുന്ന സർട്ടിഫിക്കറ്റ് കിട്ടും. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ പുതിയ റേഷൻ കാർഡിലേക്കോ അല്ലെങ്കിൽ നിലവിലുള്ള റേഷൻ കാർഡിലേക്ക് ചേർക്കുകയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അക്കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ ഒരു സിമ്പിളായ രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നാണ്. ഇത്ര രേഖകൾ നിർബന്ധമാണ്. ഇനി സംശയങ്ങൾക്ക് ഉണ്ടാവുക, ഇപ്പോൾ വാടക വീട്ടിൽ നിൽക്കുന്ന ആളാണെങ്കിലോ, ഇപ്പം അങ്ങനെ കുറേ എൻക്വയറി വരലുണ്ട്. ഇപ്പോൾ ഒരാൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അവർക്ക് ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കണം. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അവിടെ വേണ്ട പ്രശ്നം എന്താ വെച്ചാൽ വാടക കരാർ നിർബന്ധമാണ്. ഇവർ ഇന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ന ക്വാർട്ടേഴ്സിൽ നമുക്കറിയാലോ വാടക കരാർ. ആ ഒരു വാടക കരാർ വളരെ വ്യക്തമായിട്ട് 200 രൂപ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി കൊണ്ടുവരണം. പിന്നെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്കും നിർബന്ധമാണ്. അപ്പോൾ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇവരെ ഈ ക്വാർട്ടേഴ്സിൻ്റെ ഏത് ക്വാർട്ടേഴ്സിൽ അവർ താമസിക്കണോ അവരുടെ ഉടമയുടെ ഒരു കൺസേൺ ലെറ്റർ വേണം. അതായത് എൻ്റെ ഇന്ന പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഇന്ന വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ക്വാർട്ടേഴ്സിൽ ഇന്ന റൂം നമ്പറിൽ ഇപ്പോൾ 12/248 റൂമിൽ സ്ഥിതി ചെയ്യുന്ന, ഉദാഹരണം റജീന എന്ന ആൾക്ക് അല്ലെങ്കിൽ വ്യക്തിക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ആ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കുന്നത് എനിക്ക് പരിപൂർണ്ണ സമ്മതമാണെന്ന് പറഞ്ഞിട്ട് ഈ ബിൽഡിംഗ് ഓണർ ഒരു ലെറ്റർ അതാത് ഏത് പഞ്ചായത്തിലേക്കാണ് നമ്മൾ കേസ് മാർട്ടിലൂടെ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ അവരെ ഒരു കൺസേൺ ലെറ്റർ ഇതിലൂടെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമുക്കൊരു പക്ഷേ അവരെ അനുമതി ഇല്ലാതെ നമുക്കത് കിട്ടൂല. കാരണം റെസിഡൻസിന് കൊടുക്കുമ്പോൾ ഈ ബിൽഡിംഗ് ഓണറുടെ പേരും കാര്യമൊക്കെ വരുമ്പോൾ ഇവരെ കൺസേൺ ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ വിഷയങ്ങൾ വരാം. അതുകൊണ്ട് അതും കൂടി അത് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. പിന്നെ മറ്റുള്ള രേഖകളൊക്കെ ക്ലിയറിന് വേണം. അതായത് വരുമാന സർട്ടിഫിക്കറ്റ്, അതുപോലെ കറണ്ട് ബില്ല്, മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതാണ് റേഷൻ കാർഡ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ രേഖകൾ. ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നൗ സലാം ടെക് വറ്റ്ലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.